മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ അടച്ചാട്ട്. ആരും ഉദാസീനതയോട് മുൻവിധിയോട് ദിവസങ്ങളായിരിക്കരുത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മകളാൽ നിറയ്ക്കും, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയും. ആകയാൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പോടെ ദാഹത്തോടെ നാമായിരിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ആരും നിർവിചാരികളായി ദിവസങ്ങളായിരിക്കരുത്. സ്തുതികൾ മേൽ അധിവസിക്കുന്ന വലിയവനായ കർത്താവ്, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ നടുവിൽ, ഇതിന്റെ നടുവിൽ സ്വർഗം അത്ഭുതം ചെയ്യും. എല്ലാ അതിരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ ഇന്ന് രാത്രിയിലെ വചന കേൾവി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ചൈതന്യമായി മാറണം. ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ഇടയിൽ സംഭവ്യമായി തീരണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉള്ളം കൈകൊണ്ട് വെള്ളമിളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും ഭൂമിയിലെ പൊടിയെ നാടിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിലും തൂക്കുന്ന ദൈവമേ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവേ, മാറത്ത് പൊൻകച്ച കെട്ടിയ ദൈവമേ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കിടുന്നതിൽ ഉലാവുന്ന കർത്താവേ, കാദേശ് മരുവിനെ നടക്കുന്ന അങ്ങയുടെ ശബ്ദം, വനങ്ങളെ തോലൊരിക്കുന്ന അങ്ങയുടെ ശബ്ദം, പേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങളുടെ ദേശത്ത് മുഴങ്ങട്ട് കർത്താവേ. ദൈവ പ്രവൃത്തിക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല ഉയർച്ചകളെ ഇടിച്ചു കളയുന്ന തേജോമയനായ ദൈവത്തിന്റെ ശക്തിയേറിയ കരത്തിന്റെ മഹിമ ഞങ്ങളുടെ ദേശത്തിന്മേൽ വെളിപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുവാൻ പെയ്യുന്ന വൻമഴ പോലെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കപ്പെടട്ടെ. ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കയില്ലെന്ന് ദേശത്ത് അവകാശവാദം മുഴക്കി വെല്ലുവിളിക്കുന്ന എല്ലാ ഭർവോന്യ ശക്തികളുമേലും ഇന്ന് രാത്രി അധികാരത്തിന്റെ ശക്തിയെ അകത്തളത്തിൽ പ്രാപിച്ച ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയോടെ ആത്മാവിൽ ആരാധിച്ചാൽ ജയമെടുക്കുകയോ. ദൈവജനത്തെ തകർത്തു കളമെന്നു, ദൈവജനത്തെ മുടിച്ചു കളമെന്നു, ദൈവജനത്തെ ഇല്ലാതെയാക്കി കളമെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ ഗോലിയാത്തിന്റെ ശക്തികളുമേലും, ദൈവജനത്തെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന എല്ലാ ഹെരോദാവിന്റെ ശക്തികളുമേലും ഇന്ന് രാത്രി അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അകത്തളത്തിൽ പ്രാപിച്ച ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ ചില അന്ധകാര മണ്ഡലങ്ങൾ ദേശത്ത് തകരപ്പെടട്ടെ. ദേശം ദൈവത്താൽ പിടിക്കപ്പെടട്ടെ. പരിശുദ്ധന്റെ നാമം മാത്രം ഉയരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ. ഒരു രാത്രി കൂടെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവജനമായി നിൽപ്പാൻ തേജോമയനായ ദൈവം ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന്റെ ആർദ്ര കരുണയോർത്ത് പിന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഈ അനുഭവമുള്ളവർക്ക് ദൈവസേനയിൽ വന്ന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് കരമടിക്കുക, കണ്ണടക്കുക, കൈകൊട്ടതുള്ളൊന്നും പറയുമ്പോഴല്ല, അവനാൽ പ്രാപിച്ച ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ആര് സ്തോത്രം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കണ്ട, ആരും ആരാധിക്കാൻ പഠിപ്പിക്കണ്ട, ആര് സ്തുതിക്കാൻ പഠിപ്പിക്കണ്ട. പഴയ നിമിഷം നമുക്ക് കാണുവാൻ കഴിയുന്നു, ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോ മിരിയാം തപ്പെടുത്ത് ആർത്തു തുള്ളാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് കൂടെ കുറെ പേര് തുള്ളി. ഒന്നും ഇന്നും ഒക്കെ ഉണ്ട് സ്വന്തം. എന്നാൽ വേദപുസ്തകം നന്നായി പഠിക്കുന്ന ഒരു ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും, ചെങ്കടലിന്റെ കരയിൽ വെച്ച് തുള്ളിയതല്ലാതെ പിന്നെ ഒരു തുള്ളിയിട്ടേ ഇല്ല. പിന്നെ തുള്ളിയത് കാളയുടെ മുമ്പിൽ. ചെങ്കടലിന്റെ കരയിൽ വെച്ച് ഒരു തുള്ളാനുള്ള കാരണം, മിസ്രൈം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് സർവശക്തനായ ദൈവം തന്റെ അത്ഭുത കരനീട്ടി അവരെ പുറത്തു കൊണ്ടുവന്നു. ചെങ്കടലിന്റെ കരയിൽ എന്ത് ചെയ്യുമെന്ന് പകച്ചു നിന്ന സ്ഥാനത്ത് ആരും നടന്നിട്ടില്ലാത്ത പുതിയ പാത തന്റെ ജനത്തിനു വേണ്ടി തുറന്നു കൊടുത്ത് സ്വർഗം അവരെ അക്കരെ കൊണ്ടെത്തിച്ചു. പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ശത്രുസൈന്യം പരാജയപ്പെട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് കൊട്ടാതിരിക്കുമ്പോൾ വിടുതൽ കിട്ടി. സ്തോത്രം. ശ്രദ്ധിച്ചേ, പുതിയ നിയമ ഭക്തന്റെ ആരാധന വെളിപ്പെടുന്നത് വിടുതൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ല. അവർക്ക് അനുകൂലിക്കാൻ കഴിയുന്നു. കഷ്ടതയുടെ നൽകുവാൻ പാടും, വേദനയുടെ നൽകുവാൻ പാടും. പുതിയ നിയമ ഭക്തരോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, കാലുകളിൽ വാമത്തിലിട്ടാലും കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ചാലും ദേഹം മുഴുവൻ അടികൊണ്ട് പാടുമായി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടാലും ആ സ്ഥലത്തുള്ള അനുഭവം ജീവിതത്തിൽ വന്നാലും വാളം പിടിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി മുമ്പിൽ വന്നിരുന്നാലും പുതിയ നിയമ ഭക്തരുടെ പ്രത്യേകതയുണ്ട്. കാരാഗ്രഹം ഒരു വിഷയമല്ല, ചങ്ങലയം ഒരു വിഷയമല്ല, പ്രമാണിയം ഒരു വിഷയമല്ല, വാളം ഒരു വിഷയമല്ല, കാലാമത്തിലുള്ള ഒരു വിഷയമല്ല, കൈകൾ ബന്ധിക്കപ്പെടുന്ന വിഷയമല്ല. അവന്റെ വിഷയം അകത്ത് പ്രാപിച്ച ദർശനവും അകത്തളത്തിൽ പ്രാപിച്ച ദൈവശക്തിയുമാ. ഇന്ന് രാത്രി ഈ ശക്തി അകത്ത് പ്രാപിച്ച ദൈവജനത്തെ ഒതുക്കുവാൻ ഉലകത്തിന് ഒരു ശക്തിയും കഴിയില്ല.
Praise the Lord. Hallelujah. ഞങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാൻ കാരണം, ഒത്തിരി ആരാധിക്കാൻ കാരണം, ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നവരെ നടത്തിപ്പുകാരെ ഇത്ര വലിയ കൂട്ടമൊക്കെ കാണുമ്പോൾ സ്തുതിയൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരോ ആരാധിക്കുന്നവരോ നടത്തിപ്പുകാരോ സ്തുതിക്കുന്നവരോ അല്ല സ്തുതിപ്പിക്കുന്നവരോ ഒന്നും ഇല്ലാത്ത ഒരു ദേശത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു പൂജാരിയുടെ 8ാമത്തെ മകളായി ജനിച്ചു വളർത്തപ്പെട്ടു. 8 മക്കളും 25 കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കളും ഒക്കെയുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്ന് 8ാമത്തെ മകളായ എനിക്ക് ഇത്ര വലിയ രക്ഷ കരസ്ഥമാക്കാൻ ദൈവം ഭാഗ്യം. ഒരു പൂജാരിയുടെ ഭാര്യയായ അമ്മയ്ക്ക് ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് യേശുവിനെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കുന്ന എന്റെ അമ്മ ഇന്ന് മക്കളാകുന്ന ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: കുഞ്ഞുങ്ങളെ, മണ്ണെ പ്രതി ഈ മാണിക്ക് ഒരിക്കലും കൈവിടരുത്. മനസ്സിലായെന്ന് എനിക്കറിയട്ടെ. പാരമ്പര്യത്തിന്റെ പടുകൂറ്റൻ മതിലകത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ആത്മീയ അനുഗ്രഹങ്ങളെ അനാചാരങ്ങളാക്കി മാറ്റുന്ന അനേക കീഴൊന്നും വെളിപ്പെടാതിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര വലിയ രക്ഷതയോ വന്നപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കാതിരിക്കാൻ കാരണം ഞങ്ങളുടെ ദേശത്ത് ക്രിസ്ത്യാനികളില്ലായിരുന്നു. ഏകദേശം 3-4 കിലോമീറ്റർ മാറി 2-3 കുടുംബങ്ങളുണ്ട്. ഒരിക്കൽ പോലും യേശുവിന്റെ നാമം ഞങ്ങൾ ഇതിലൂടെ കേട്ടിട്ടില്ല. നിങ്ങൾ സ്വന്തം പറയുന്നില്ലെന്ന് എനിക്കറിയാം. നീ അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന ഒന്നും പറയത്തില്ല. ഒരിക്കൽ പോലും ഈ പ്രിയപ്പെട്ടവർ കൂടി യേശുവിന്റെ നാമം ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം ക്ഷേത്രത്തിലെ പറ വന്ന ആദ്യം അവരുടെ വീട്ടിൽ കേട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുവുള്ളൂ. ചുറ്റുപടിത്തലും നെടുമ്പാശം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വലിയ നേർച്ചയാണ്. പൂജാരിയുടെ മക്കളാകുന്ന ഞങ്ങൾ കഴിക്കുന്നതിന് ഇപ്പൊ ക്രിസ്ത്യാനി കഴിച്ചിരിക്കും. പാപത്തിന്റെ ചുവട് വെടുത്ത് 18 വെടിയേറി എന്റെ സഹോദരന്മാരും പിതാവും ഒക്കെ മലയ്ക്ക് പോകുമ്പോൾ കെട്ടിനകത്ത് വെക്കാനുള്ള നെയ്ത്തേങ്ങ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കൊണ്ടുതരും. മൊത്തത്തിൽ ഞങ്ങളുമായിട്ട് നല്ല സഹകരണമുള്ള ക്രിസ്ത്യാനികളായതുകൊണ്ട് ഒരിക്കൽ പോലും യേശുവിന്റെ നാമം ഞങ്ങൾ അവരോട് കേൾക്കത്തില്ല. നിങ്ങളാരും സ്തുതിക്കത്തില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യം അവരുടെ വീട്ടിലാണ് പോയത്. ആ വീട്ടിലെ അച്ഛന്റെ പേര് മത്തായി. എപ്പോഴും പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവരെ ഓടി എവിടെ ചെന്നു ചായ ഓർത്തോർത്ത് ഡോസ് അടിച്ച് മത്തായിരിക്കാതെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനാണ്. കാരണം നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും പേശണോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളവരെ ആർക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവരെ ആർക്കാത്ത അമ്പുരാൻ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. പേശണോ ഇവിടെ ഞാൻ പറഞ്ഞ അനുഭവമുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഈ കാലഘട്ടത്തിലെ പ്രഭാഷണത്തിന്റെ 99% 100% അനുഗ്രഹം മാത്രമേ നാം കേൾക്കാറുള്ളൂ. അതിനുവേണ്ടി മാത്രം ഓടിക്കൂടുന്ന ഒരു കൂട്ടം ജനനിധിയുമുണ്ട്. ശ്രദ്ധിച്ചാല് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഈ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലൂടെ ആരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. ഇത്ര പേര് അനുകൂലിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ ഒരു ഭക്തൻ സ്വർഗരാജ്യത്തിലെത്തുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടെന്നല്ല പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെട്ടവനും ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുള്ളതാണ്. മിടുക്കന്മാരായ ചേട്ടന്മാരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് തൈലാഭിഷേക ശിരസിന്മേൽ വീണ ദാവീദൊരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂടങ്ങൾ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടന്നു. നോക്കൂ, അഭിഷേകത്തിന്റെ ശക്തി പ്രാപിക്കപ്പെട്ടവന് അല്ലെങ്കിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവന് അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് ശിരസിന്മേൽ വീണവന്റെ പ്രത്യേകത പടക്കൂട്ടം മുന്നിലുണ്ട്, മതിലുമുണ്ട്. പക്ഷെ ചാടിക്കിടക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ അകത്തുണ്ട്. മറ്റു മനുഷ്യരെ പോലെ രോഗവും കഷ്ടവും ഭാരവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഒരു കൊണ്ട് കയറിനകത്ത് ജീവനെടുക്കാത്തതും പ്രൈവറ്റാക്കി പോയി തലവെക്കാത്തതും ഒരു കുപ്പി വിഷത്തിനകത്ത് ജീവനെടുക്കാത്തതും കാരണം അകത്തു പ്രാപിച്ച ദൈവശക്തിയുടെ ആഴമാ, നിത്യതയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാ. ഇത് രാത്രി ലഭ്യമായവരെ ഓർക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയോ. പാരമ്പര്യത്തിന്റെ ശക്തികളൊന്നും പോരാണ്, പക്ഷെ ആരാധിക്കുന്നത് എനിക്ക് തോന്നത്തില്ല. പാരമ്പര്യ ശക്തിയൊന്നും പോരാണ്, അനുകൂലിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ആരാധിക്കുന്നതിന് എനിക്ക് തോന്നത്തില്ല. ശ്രദ്ധിക്കൂ, കൽദയ പട്ടണമായി ഊരിൽ നിന്ന് വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ താൻ ആശ്രയം വെച്ച സകല എണ്ണത്തിനെ തല്ലി ഉടച്ച് കളഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. തലമുറകൾ കഴിഞ്ഞുപോയി. എന്നാൽ പാരമ്പര്യത്തിന്റെ കൽദയ ശക്തികൾ പിന്തുടർന്നുകൊണ്ടിരുന്നു. വലിയ പ്രവാചകരുടെ പുസ്തകമൊക്കെ എടുത്തു പഠിച്ചാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവകാശ ഭൂമിക്കെതിരെ, വാഗ്ദത്ത സന്തതികൾക്കെതിരെ, ആരാധിക്കുന്ന ഭക്തന്മാർക്കെതിരെ എന്നും പ്രബലപ്പെട്ടുന്ന ഒരു ശക്തിയായി കൽദയ ശക്തി. നോക്കൂ, തലമുറകൾ മുന്നോട്ട് കഴിഞ്ഞുപോയി. യോബിന്റെ പുസ്തകം വരുമ്പോൾ യോബിന്റെ നന്മകളെ അപകരിച്ചത് ഈ ശക്തിയാ. തലമുറകൾ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞു. ദാനിയേലിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ സത്യത്തിനു വേണ്ടി ഉറച്ചു നിന്ന ദാനിയേൽ തീരുമാനത്തിനും പ്രതിഷ്ഠയിലും ഉറപ്പോടെ നിന്നായി എബ്രായ ബാലന്മാരെ ശന്ദ്രക് മേശക് എന്നിവരെ ബന്ധിച്ച്
പിടിച്ചുകൊണ്ട് പോയത് എവിടേക്കാന്ന് അറിയുമോ? പറഞ്ഞാട്ടെ, നിങ്ങളോട് പ്രതികരിച്ചു ബാബേലിലേക്ക്, അല്ലെങ്കിൽ കൽദയ ദേശത്തേക്ക്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടി പറഞ്ഞ, വല്യപ്പച്ചനാകുന്ന അബ്രഹാം ഇറങ്ങി തിരിച്ച അതേ ദേശത്തേക്ക് നാളുകൾ കഴിഞ്ഞപ്പോൾ പിൻപറ്റി വന്ന കൽദയ ശക്തികൾ തലമുറകളെ ബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വലിയൊരു ബിംബം കൊണ്ടു ജാതീയ രാജാവായ നെബൂഖദ്നേസർ തീരുമാനവും പ്രതിഷ്ഠയുമുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, കാഹളം, തമ്പുരു, കുഴല് ഇതെല്ലാം ഊതുമ്പോൾ ഇതിന്റെ മുമ്പിൽ നിങ്ങൾ വീണ് നമസ്കരിക്കണം. എന്നാൽ അകത്തളത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ തീരുമാനമുള്ള കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു. രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു. അടുത്തത്, അവൻ ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും രാജാവേ, ഇതിന്റെ മുമ്പിൽ ഞങ്ങൾ വീഴുകയില്ല. ഞങ്ങളുടെ വല്യപ്പച്ചനാകുന്ന അബ്രഹാം ഇറങ്ങിത്തിരിച്ച ഈ ദേശത്ത് അവൻ തച്ചുടച്ചു കളഞ്ഞതിന് മുമ്പിൽ ഇനിയും ഞങ്ങൾ മുട്ടുമടക്കില്ല. കാരണം സ്വാതന്ത്ര്യത്തിനായിട്ട് അവൻ ഞങ്ങളെ സ്വതന്ത്രമാക്കി. ഇതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അടിമകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകത്തില്ല. പിന്നെ എല്ലാവരുടെ സംഭവ്യമായി നമുക്കറിയാം, തീയുടെ ശക്തി 7 മടങ്ങും കൂടി. ശ്രദ്ധിക്കണത്, കൽദയ ദേശത്തെ ഒരു ദേവനാണ് അഗ്നിദേവൻ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, തങ്ങളുടെ പുത്രന്മാരെ ഇവർ അഗ്നിപ്രവേശനം ചെയ്യിച്ചിരുന്നു. ഈ ദേവനാണ്. ഇതിന്റെ മുമ്പാകെ പുത്രന്മാരെ ഇവർ അഗ്നിപ്രവേശനം ചെയ്യിച്ചിരുന്നു. ശ്രദ്ധിക്കണത്, ഇതിന്റെ ശക്തി ഇപ്പൊ 7 മടങ്ങും കൂട്ടി. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. 7 മടങ്ങ് ശക്തി ഇതിന് കൂട്ടിയതിനു ശേഷം തീരുമാനവും പ്രതിഷ്ഠയുമുള്ള തലമുറകളെ കൈകാലുകൾ ബന്ധിച്ച് എവിടേക്ക് വരുന്നു? തീയിലേക്കെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദേവന്റെ വായ്ക്കകത്തേക്ക് വരുന്നു. സമർപ്പണമുള്ള കുഞ്ഞുങ്ങൾ എടുത്തെറിയപ്പെടുമ്പോഴും ലഭ്യമായ സ്വാതന്ത്ര്യത്തിന് ഉറച്ചു നിന്നു. അവർക്കറിയാം, ഇവിടെ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷാനായകനുണ്ട്. ശ്രദ്ധിക്കണത് പ്രിയമുള്ളവരെ, സ്തോത്രം. ചില നിമിഷങ്ങൾ കഴിഞ്ഞു, നെബൂഖദ്നേസർ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞ കേൾക്കണമോ? 3 ബാലന്മാരെയാണ് നാം തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷെ ഇപ്പൊ 4 പേരുണ്ട്. അടുത്തത് 4ാമത്തെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. നോക്കൂ, പഴയ നിയമത്തിൽ ജാതീയ രാജാവായ നെബൂഖദ്നേസർ ദൈവപുത്രനെ ദർശിച്ചെന്ന്. സ്തോത്രം. ആ നെബൂഖദ്നേസറോട് ഇന്ന് രാത്രി നമുക്ക് വിളിച്ചു പറയാം, നെബൂഖദ്നേസറെ, തീയുടെ നടുവിൽ വെളിപ്പെട്ട ദൈവപുത്രൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ആ 4ാമൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവ് 1ാമനാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? പ്രതിസന്ധികളുടെ വേദിയിൽ, പ്രതികൂലത്തിന്റെ വേദിയിൽ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ, അത് തള്ളപ്പെടുന്നത് അനുഭവത്തിൽ, പ്രതികൂലങ്ങൾ ജീവിതത്തിനെതിരെ തിരമാലകൾ പോലെ കടന്നു വരുമ്പോൾ വചനത്തിന്റേതാകുന്ന സത്യത്തിന് വേണ്ടി ഉറപ്പോടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ 1ാമനായി ഇറങ്ങി വന്ന യേശു, 1ാമനായി ഇറങ്ങി വന്ന ദൈവപുത്രൻ നെബൂഖദ്നേസറെ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവൻ 4ാമനാ. പക്ഷെ രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവ് 1ാമനോ. അഭിഷേകമുള്ളവരോട്, രക്ഷിക്കപ്പെട്ടവരോട്, കൃപ പ്രാപിച്ചവരോട് പ്രിയമുള്ളവരെ, സ്തോത്രം, നമുക്കൊരു അധികാരമുണ്ട്. എന്നാ അധികാരം? പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനല്ലേ കാൽക്കീഴ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നെബൂഖദ്നേസർ കൂട്ടിയതായി തീക്കകത്തേക്ക് നിങ്ങൾ നോക്കിക്കേ. അവൻ പറഞ്ഞു, ബന്ധിക്കപ്പെട്ടവരായിട്ടിട്ട ബാലന്മാർ തീക്കകത്തേക്ക് വീണു, എടുത്തുകൊണ്ടുപോയവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ദൈവപുത്രൻ ഇറങ്ങി വന്നപ്പോൾ ഇവരെ ബന്ധനം ഒഴിഞ്ഞു. മാത്രമല്ല, അവരിപ്പോ ബന്ധനമില്ലാത്തവരായി 4 പേരുണ്ട്. ദൈവപുത്രനോടുകൂടെ തീക്കകത്ത് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ 7 മടങ്ങ് ശക്തി കൂടി പ്രബലപ്പെട്ട് നിന്നത് അവർ നടക്കുകയാണെങ്കിൽ അവരുടെ എവിടെയാണ്? ഇത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കാൽക്കീഴിൽ ഹല്ലേലൂയ, തീയുടെ മണം പോലും വേശാതെ, കാൽച്ചട്ടയ്ക്ക് കേട് സംഭവിക്കാതെ, ഒരു രോഗം പോലും കരിഞ്ഞു പോകാതെ അവര് പുറത്തേക്ക് വന്നപ്പോൾ ജാതീയ രാജാവായ നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു, ചന്ദ്രത്തിന്റെയും മേശത്തിന്റെയും ആഭ്യന്തരകോപിന്റെയും ദൈവം ജീവിക്കുന്ന ദൈവം സ്വന്തം ദേഹത്തെ ചുടുവാൻ ഏൽപ്പിച്ചപ്പോഴും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന തന്റെ ഭക്തന്മാരെ സ്വന്തം പുത്രന്റെ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ച ഇതുപോലെ ദൈവമില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, യേശുവിനെ പോലെ ആരുമില്ല. സ്വന്തം മാതാപിതാക്കളുടെ നാളുദോഷം എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളുടെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞ ജീവനായ എന്റെ ഉയരത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കരമാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ചില മാസങ്ങൾക്ക് പിറകിലായി മലയാള മനോരമ ദിനപത്രത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചു. 25 വയസ്സുള്ള ഒരു അപ്പനും 19 വയസ്സുള്ള ഒരു അമ്മയും അവർക്ക് ആദ്യമായി ലഭിച്ചവരുടെ ആദ്യത്തെ കൺമണിയെ നാളുദോഷം എന്ന് പറഞ്ഞ്
നാളുദോഷം എന്ന് പറഞ്ഞ് അതെ കൊല്ലുവാൻ നോക്കി ഏതോ സംഘടനക്കാരെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. മലയാള മനോരമയ്ക്കകത്ത് നമ്മൾ വായിച്ചതാണ്. ഇതേ ഒരു അനുഭവമായിരുന്നു എന്റെ കുടുംബത്തിൽ നടന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം. വചനം ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും കൂടുതൽ കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പറഞ്ഞ അതേ നക്ഷത്രത്തിൽ അതേ ടൈമിലൊക്കെ ജനിച്ചു. അതേ ഭഗവാന്റെ നക്ഷത്രത്തോടുകൂടെ സർവൈശ്വര്യങ്ങളോടുകൂടി ഒരു ആൺകുട്ടിയാണ് കുടുംബത്തിൽ പിറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അതിന് വിപരീതമായ ഒരു ജനനം സംഭവിച്ചതുകൊണ്ട് നാളുദോഷമെന്ന് പറഞ്ഞ് സ്തോത്രം ഞാൻ മുട്ടയിലെഴുതുന്നതിന് മുമ്പ് കുടുംബത്തിനകത്ത് അനർത്ഥമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വചനം ശുശ്രൂഷിക്കുന്ന അത്യന്താപേക്ഷിതമാണ്. വചനമാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണമേ. സ്തോത്രം. ആർക്കും വേണ്ടായിരുന്നെ എന്റെ യേശുവിന് വേണമാണോ? പ്രേക്ഷകരോ, സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉരുവായെന്ന് അറിഞ്ഞ നിമിഷം മുതൽ സ്തോത്രം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന അന്ന് വരെ ലോകപ്രകാരം എന്റെ അമ്മ മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു. സ്തോത്രം. എന്നാൽ ബുദ്ധിക്ക് അതീതമായി അത്യുത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ഉദരത്തിലെ ഒരു ജനനത്തിന് വേണ്ടി, അല്ല ഉയരത്തിലെ ഒരു ജനനത്തിന് വേണ്ടി സ്വർഗം എന്നെ വിളിച്ച് വേർതിരിച്ചിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ചാൽ ഉലക സ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ കണ്ടു. ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് അവന്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽക്കണമെന്ന് ഉലക സ്ഥാപനത്തിന് മുമ്പ് ഉടയവൻ എന്നെക്കുറിച്ചുള്ള പദ്ധതിയായിരുന്നു. അതുകൊണ്ട് മാനുഷികമായ ബുദ്ധികളെ അത് മാറ്റിമറിച്ചുകൊണ്ട് അല്ല സ്വർഗം എന്റെ കൂടെ ഇരിക്കുവാനിടയായിത്തീർന്നു. സ്വന്തം പ്രിയമുള്ളവരെ, ജനിച്ചതിന് ശേഷം ഒത്തിരി വിഷയങ്ങളുണ്ടായി. ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉയരത്തിലെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗം എന്നെ സൂക്ഷിക്കുവാനിടയായിത്തീർന്നു. ഞാൻ അതിനെക്കുറിച്ചും വിശദീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് മാത്രം ഞാൻ പറയാം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. സ്തോത്രം. കോളേജ് വിദ്യാഭ്യാസ ശേഷം എന്റെ കൂട്ടുകാരൊക്കെ നേഴ്സിംഗ് പഠനത്തിനായിട്ട് കടന്നുപോയി. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെയും നേഴ്സുമാരായിട്ട് വിട്ടിട്ടില്ല. നേഴ്സുമാരെ കുറിച്ച് ഇവിടെ നല്ല അഭിപ്രായമില്ല. നേഴ്സാകുന്ന ആർക്കും ഇഷ്ടമല്ല. ഒരൊറ്റ നേഴ്സുകളിലൊന്നും ഞാൻ മാത്രമാണ്. സ്തോത്രം. അങ്ങനെ നേഴ്സാകുന്ന എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കുടുംബത്തിനകത്തളത്തിൽ തകർക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ബാല്യം കൗമാരം ഒക്കെ കഴിച്ചുകൂടി എന്റെ ജീവിതത്തിൽ സ്നേഹശൂന്യമായ അനുഭവത്തിൽ കൂടി മുന്നോട്ട് പോയി. സ്തോത്രം. കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷിയെ പോലായിരുന്നു എന്റെ ബാല്യം കൗമാരം ഒക്കെ. ആ ഒരു അനുഭവത്തിൽ എന്റെ കൂട്ടുകാരെ എനിക്ക് സ്നേഹിക്കാം, അവരുടെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റാം. ഈ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, സ്തോത്രം. എന്നാൽ യേശു ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട്. പ്രേക്ഷകരോ, അങ്ങനെയാണ് ഞാൻ നേഴ്സിംഗ് പഠനത്തിനായിട്ട് കടന്നുപോയത്. സ്തോത്രം. മെഡിക്കൽ മിഷൻ ഞാൻ പഠിക്കുവാനിടയായി തീർന്നു. എന്നെ അനാട്ടമി പഠിപ്പിച്ച അധ്യാപകൻ ഒരു സുവിശേഷകനായിരുന്നു. സ്തോത്രം. ഞങ്ങള് പഠിക്കാൻ ക്ലാസ് ചെന്നൊന്നു മുതൽ കേട്ടു യേശു യേശു യേശു, എവിടെ തിരിഞ്ഞാലും യേശു. പ്രേസലോ. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ചില കൂട്ടുകാരെ കിട്ടി. അവരൊക്കെ എപ്പോഴും ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയും. ഞാൻ കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പറഞ്ഞു. സ്തോത്രം. കാരണം ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്റെ ഈ ശ്വാസം ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ യേശു എന്ന പദം എന്റെ ആദരത്തിലെടുക്കുകയെന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞു, ശ്രീലേഖ നീ ശ്വാസം വിടുന്നതിന് യേശു എന്നാ, അകത്തോട്ട് ശ്വാസം എടുക്കുന്നത് പുറത്തോട്ട് പോകുമ്പോ ഷൂ എന്നാണ്. പിന്നെ ഞങ്ങളുടെ പ്രധാന ഹോബി എന്തെന്ന് ചോദിച്ചാൽ മുകളിലത്തെ നിലെല്ലാരും മണിക്കൂർ ബൈബിളിനെ കുറിച്ച് സാറ് ക്ലാസ് എടുക്കും. ഇങ്ങനെ സർക്കസ് പേപ്പറും പേനയും ഒക്കെ ആയിട്ടാണ് ഞങ്ങളവിടെ പോയിരിക്കുന്നത്. കേൾക്കുന്ന ക്രിസ്തീയ പാട്ടുകൾ മുഴുവൻ തിരുത്തി എഴുതും, വചനങ്ങൾ മുഴുവൻ തിരുത്തി എഴുതും. അതിൽ ലീഡറായിട്ട് എന്നെ തന്നെ തമ്പുരാൻ ആദ്യം പിടിച്ചു. അവിടെ ഒറ്റ വാക്യം ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. ആരൊക്കെ യേശുക്രിസ്തുവിന്റെ വചനത്തിന് വിരോധമായി കരമുയർത്തിയിട്ടുണ്ടോ അവനെ കൊണ്ടെല്ലാം തമ്പുരാൻ ഈ വചനം ചുമപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ യേശുക്രിസ്തുവിന്റെ വചനത്തിന് വിരോധമായി ആദരം തുറന്നിട്ടുണ്ടോ, കരമുയർത്തിയിട്ടുണ്ടോ, അവനെ കൊണ്ടെല്ലാം പുരുഷാരത്തിന് നടുവിൽ ക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവമെന്ന് എന്റെ സ്വർഗം പറയിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. കാരണം അന്നായാലും ഇന്നായാലും എന്നായാലും ഈ നാമത്തോട് എന്നും പോരാട്ടം. എന്നും പോരാട്ടം. യേശുവിനെ ഏതെല്ലാം രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കൂടെ. കഴിഞ്ഞ നാളുകൾ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത സംഭവമാണ്. ഞാനിതിങ്ങനെ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മ എന്റെ ഉള്ളിൽ തന്ന വലിയൊരു ചിന്തയുണ്ട്, കർത്താവിന്റെ ഉള്ളിൽ തന്ന വലിയൊരു ചിന്തയുണ്ട്. കുഞ്ഞെ, അത് ഞാൻ വായിച്ചപ്പോൾ ദൈവം എന്റെ ഉള്ളിൽ തന്നൊരു ചിന്തയാണ്. കുഞ്ഞെ, ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തിന് മുഴുവൻ പകയും വിദ്വേഷവും കയ്പുമാണെന്ന് ചിന്തിക്കുക. ഒരു വ്യക്തിത്വത്തോട് ഒരു സമൂഹത്തിന് മുഴുവൻ പകയോ വിദ്വേഷവും കയ്പും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ആ വ്യക്തി മരിച്ചടക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനോടുള്ള വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ എന്ന സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും. അവർക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ സ്തോത്രം. ഒരു വ്യക്തിയുടെ സമൂഹത്തിന് മുഴുവൻ പകയാണെങ്കിൽ അവൻ മരിച്ചടക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനോടുള്ള പകയും വിദ്വേഷവും ഒക്കെ എന്ത് ചെയ്യും?
സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും. എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള പക, യേശുക്രിസ്തുവിനോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ഈ നാമത്തോടുള്ള കയ്പ് ഇന്നും ഈ സമൂഹത്തിൽ നിന്ന് തീർന്നു പോയിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞത്, ഒരു വ്യക്തിയോട് സമൂഹത്തിന് മുഴുവൻ പകയാണെങ്കിൽ അവൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനോടുള്ള വാശിയും വൈരാഗ്യം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകുമെങ്കിൽ ഇന്നും ഈ മാർഗത്തോട്, ഈ നാമത്തോട്, യേശുവിനോടുള്ള അല്ലെങ്കിൽ ഈ ഇതിനോടുള്ള പകയും വിദ്വേഷവും കയ്പും മാറാത്ത ഒരൊറ്റ കാരണമേ ഉള്ളൂ, യേശു ഇന്നും മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നതേ ഉള്ളൂ. യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് ഈ മാർഗത്തോട്, ഈ നാമത്തോട് ഇത്രയും പ്രതികൂലം. സത്യത്തിലേക്ക് അടുക്കുവാൻ അന്നും ഇന്നും ഒരുത്തരും അനുവദിക്കത്തില്ല. പ്രിയമുള്ളവരെ, അനവധി പ്രാവശ്യം വചനങ്ങൾ ഞങ്ങൾ കേട്ടു, ഒത്തിരി എതിർത്തു. അവിടെ അദ്ദേഹം പഠിപ്പിക്കും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉടനെ ഞങ്ങൾ പേപ്പറിൽ എഴുതും, ആദ്യം പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രാർത്ഥന കാപ്പിയോടുകൂടിയായിരുന്നു, പ്രാർത്ഥന കാപ്പിയായിരുന്നു. ഇങ്ങനെ വചനങ്ങളെല്ലാം തിരുത്തി എഴുതും. ക്രിസ്തീയ പാട്ടുകൾ മുഴുവൻ തിരുത്തി എഴുതും. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടുകാരെ പല പ്രാവശ്യം അന്യഭാഷ അത് തിരുത്തി എഴുതാൻ നോക്കി ലഭ്യമായൊടുവിൽ പേപ്പറിനകത്ത് പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കൂട്ടിപ്പറഞ്ഞ് അവരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റി ലീഡറായിട്ട് എന്നെ തമ്പുരാൻ ആദ്യം പിടിച്ചു. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ ചെയ്ത് മതപരിവർത്തനത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അവിടെ നടന്ന ചില ഉത്സവങ്ങളും ചില കാര്യാദികളും ഒക്കെ കാണണമെന്ന്, ആ പ്രിയപ്പെട്ടവരെ കൊണ്ട് കാണിക്കണമെന്ന് ഒരു താല്പര്യം എനിക്കുണ്ടായി. അതനുസരിച്ച് ഞാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ക്ഷണം സ്വീകരിച്ച് എന്റെ അധ്യാപകരും കൂട്ടുകാരും അവിടേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ സ്തോത്രം. അവിടെ നടന്ന മഹാ ഉത്സവത്തിന് പ്രിയപ്പെട്ടവർ കടന്നു. എന്നാൽ അവിടുന്ന് അവരെ പ്രസാദം കഴിക്കാതെ മടങ്ങിപ്പോയതിനെ കുറിച്ച് സ്തോത്രം വലിയ ക്ലാസ്സിൽ നിന്ന് വലിയ തർക്കങ്ങളുണ്ടായി. ശ്രദ്ധിക്കണമേ, അവിടുന്ന് കൊടുക്കുന്ന പ്രസാദം കഴിച്ചില്ല. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ശബദാർപ്പിത വസ്തുവൊന്നും ഞങ്ങൾ കഴിക്കില്ലെന്ന്. എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അന്ന് ഇത് മതപരിവർത്തനത്തിന്റെ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി വളരെ പ്രശ്നങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചു. അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരു വലിയ സത്യവേദ പുസ്തകം എന്റെ കയ്യിലേക്ക് യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ കുടുംബദൈവമല്ല. അവൻ സകല മാനവജാതിയുടെയും ദൈവമാകുന്ന കർത്താവ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇത് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവഗണിക്കപ്പെടും, എന്നാൽ അവതരിപ്പിച്ചാൽ അംഗീകരിക്കപ്പെടുന്നു. ഇവർക്ക് മനസ്സിലായി? അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവഗണിക്കപ്പെടുകയും അവതരിപ്പിച്ചാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കേണ്ടത്, വളരെ സുവിശേഷ സത്യങ്ങളെ അതെ ഞങ്ങളോട് വിശദീകരിക്കുവാനിടയായിട്ടുണ്ട്. വളരെ തർക്കങ്ങളുണ്ടായി. ഒടുവിൽ ഈ വേദപുസ്തകം എന്റെ കയ്യിൽ തന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതിങ്ങനെ ശ്രദ്ധിക്കൂ, ക്രിസ്ത്യാനികൾ നനയ്ക്കാതെ കുളിക്കാതെ ഏത് സമയത്തും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ബൈബിൾ തൊട്ടാൽ പൂജാരിയുടെ മകളായി ഞാൻ അശുദ്ധിയായി തീരുമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം നിരാകരിച്ചു. 4ാമത്തെ പ്രാവശ്യം നിർബന്ധപൂർവ്വം എന്റെ കയ്യിലേക്ക് തരുമ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവമെന്നും മഹത്വപൂർണ്ണ യേശു മാത്രമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാതെ പ്രിയമുള്ളവരെ സ്തോത്രം വേദപുസ്തകം വലിച്ചുകീറി പ്രിയപ്പെട്ട യെശയ്യാപ്രവചനം 44-ാം അധ്യായം എടുത്തുദ്ധരിച്ച വേദഭാഗം വലിച്ചുകീറി നിലത്തേക്കിട്ട് വലതുകാരനോട് ചവിട്ടിയിട്ട് പറയുന്നു, നിങ്ങളുടെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവന്റെ മഹത്വം എന്റെ ജീവിതത്തിലൊന്ന് കാണട്ടെ. ഒടുവിൽ ഞാൻ വിശ്വസിക്കാം. ഇന്ന് രാത്രി ഭയത്തോടെ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് നമുക്കെല്ലാം തരും. അവന്റെ യൗവനരക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നു. അവന്റെ വസ്ത്രം തരും, ചീട്ടിട്ടെടുത്തു, അപ്പം തരും, സൗഖ്യം തരും, സമാധാനം തരും, സംതൃപ്തി തരും, ഒക്കെ തരും. പക്ഷേ ഏത് പുസ്തകം വിളിച്ചു പറയാം, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയില്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കണമേ, മഹത്വപൂർണ്ണ ദൈവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ അവൻ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവൻ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ അല്ല വന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാമെന്ന് സ്വർഗം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ആഗതനാകാമെന്ന്. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത പ്രകാരം തേജോമയനായ കർത്താവ്, മഹത്വപൂർണ്ണനാകുന്ന കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ സ്വർഗം അത്ഭുതം ചെയ്യും. യേശുവിനൊന്നും അസാധ്യമായില്ല. പ്രിയമുള്ളവരെ, ഒരു കൊച്ചുകുട്ടി ഒരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോട് വേദപുസ്തകം വലിച്ചു കീറി നിലത്തേക്കിട്ട് വലതുകാലം കൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ യേശു മഹത്വപൂർണ്ണനാണെങ്കിൽ അവന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ ഒന്ന് കാണട്ടെ. ഞാനൊരു പൂജാരിയുടെ മകളാണെന്ന് പറഞ്ഞ് അഹങ്കാര രാഷ്ട്രീയത്തോടു കൂടി ഞാനിത് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരുടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അവരൊന്നും എതിര് പറഞ്ഞില്ല. ഒരു കൂട്ടം കൂട്ടുകാർ വന്ന് എനിക്ക് കൈ തന്നിട്ട് മനസ്സിൽ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഇനിയും ഇവരുടെ സുവിശേഷം ഒന്നും കേൾക്കണ്ടായല്ലോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, മനുഷ്യനോട് പാപം ചെയ്ത ദൈവത്തോട് ഏറ്റുപറയും, എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത ആരോട് ഏറ്റുപറയും? അന്ന് മുതൽ ഉടയവന്റെ കരം എന്റെ മേൽ ഭാരമായി വന്നു. സ്വന്തം ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായി. അത് സാധാരണ ഒരു പനിയിൽ ഒതുങ്ങുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരുമായിട്ട് സന്തോഷിച്ചിരിച്ച് കളിച്ചു പോയതാണ്. സ്വന്തം എനിക്ക് പെട്ടെന്ന് ശരീരത്തിൽ അസ്വസ്ഥ പോലുണ്ടായി. സ്വന്തം
കണ്ണിനകത്ത് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. എന്റെ ശരീരത്തെ ബലം ക്ഷയിക്കുന്നത് പോലെ തോന്നി. എന്റെ തലയ്ക്കും കനം കൂടുന്നത് പോലെ തോന്നി. എന്റെ കഴുത്തിന് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. സ്വതം ഒരു നിമിഷം ഞാൻ അവിടെ പിടഞ്ഞു വീഴുവാനിടയായിരുന്നു. കൂട്ടുകാർ പിടിഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ നോക്കി. സ്വതം എന്നിട്ട് നിൽക്കാൻ നോക്കി. പാടിപ്പോയി. കൈ പിടിച്ച് ഉയർത്താൻ നോക്കി. ശക്തി ക്ഷയിച്ചു പോയി. സംസാരിക്കാൻ നോക്കി. നാം വിഴഞ്ഞു വന്നു. ദൃഷ്ടി നിറഞ്ഞു വന്നു. പിന്നെ ഞാൻ കണ്ണു തുറന്ന് ഹോസ്പിറ്റലിൽ കിടക്കില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ നിന്നോട് വിളിച്ചു പറയാൻ കഴിയും, 2014 ജനുവരി മാസം 15-ാം തീയതി ഈ സന്ധ്യാവേളയിൽ നിങ്ങളുടെ നടുവിൽ 7:30 കഴിഞ്ഞതായ സമയത്തൂടെ നിൽക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. 3.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു പോളിയോ വന്ന കുഞ്ഞിന്റെ കാലും കൈ പോലെ കാലും കൈ ശോഷിക്കാൻ തുടങ്ങി. ആ കാലിലെ മസിലെല്ലാം മുട്ടിന്റെ താഴെ ഒരു ഗോള് പോലെ കൂടി കാൽപാദം മടങ്ങി. കൈവിരലുകൾ കാലുകൾ ഈ ഒരു ഭാഗം മുഴുവൻ ശോഷിച്ചു. വിരലുകൾ വിരോധമായി വായുവ്യവസ്ഥയ്ക്ക് കൂടി. വലതുചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. സ്തോത്രം. സമർത്ഥമായി മുടി ഉണ്ടായിരുന്നു. മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി. ചില മാസങ്ങൾ കഴിഞ്ഞു. വലത് കൈയും വലതുകാലം ശോഷിച്ചപ്പോൾ ഇടത് കൈയും ഇടതുകാലം ശോഷിക്കാൻ തുടങ്ങി. ഉച്ച മുതൽ പാദം വരെ പപ്പടം തിളച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുമിളകൾ പോലെ വരുന്ന പോലെ ദേഹം മുഴുവൻ വിടന്ന് വന്ന് അഴുക പൊട്ടി അഴിയാൻ തുടങ്ങി. മുടി മുഴുവൻ കൊഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, നാം 1.5 വർഷം സംസാരശേഷിയില്ലായിരുന്നു കിടന്നതായി എന്നെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയപ്പോൾ യേശു ഭഗവാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ആദരം പറഞ്ഞതാ കൃപയാൽ അന്ന് മുതൽ. നിങ്ങൾക്കറിയാമോ സ്തോത്രം, ഇന്ന് വെളുപ്പിന് 3 മണിയായപ്പോ മാവേലിക്കരെന്ന് ഞങ്ങൾ തിരിച്ചതാം. ശ്രദ്ധിക്കണമേ. സ്തോത്രം. അല്ലെ വെള്ളം മാത്രം കുടിച്ചോണ്ടാ നിൽക്കുന്നത്. ഞങ്ങൾ 40 ദിവസം ഉപവാസമാ. നിങ്ങളെക്കാട്ടി കൂടുതൽ സ്തുതിക്കുന്നു, അല്ലെ നിങ്ങളെക്കാട്ടി കൂടുതൽ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, തന്ന യൗവനം, തന്ന ആരോഗ്യം, തന്ന ശബ്ദം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ചീഞ്ഞെടുക്കുന്ന ശരീരത്തോടുകൂടി ലോകവൈദ്യന്മാരെ അപേക്ഷിക്കുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട് വലഞ്ഞുവിട് കേൾവി നഷ്ടപ്പെട്ട് മുടി മുഴുവൻ കൊഴിഞ്ഞ് കൈകാലുകൾ വിരൂപമായി. സ്തോത്രം. ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ് ശരീര അവയവങ്ങൾ പോലും അഴുകി ഡ്രസ് പോലും ധരിക്കാൻ വയ്യാതെ ഉലകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ ആ പ്രായം വരെ എനിക്ക് ജാതകത്തിൽ ആയുസ്സുണ്ടായിരുന്നു. എന്റെ ജാതകം എഴുതിയ സ്വാമിയുടെ വീട്ടിൽ പോയി ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. അവൻ പുതിയ സൃഷ്ടിയ, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഈ വാഗ്ദത്തമുള്ളതിനെ നശിപ്പിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുന്നില്ല. അതൊന്നും വിശ്വസിക്കുന്നുണ്ട്. 2 ദിവസം ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം ബലപ്പെട്ട് ഇന്ന് രാത്രി ക്ഷീണത്തോടെ ഇരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കാത്തത് എനിക്കറിയാം. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൽ കൂടെ പറയുമ്പോൾ ഒട്ടും നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. പറയാ സിസ്റ്റർ, ഞങ്ങൾ എത്ര കാലം കൊണ്ട് എത്ര കൊല്ലം കുത്തിയിരുന്നു കേട്ടാൽ, 100 കൊല്ലം ഇവിടെ പറയുന്നത് കേട്ടാൽ അനുസരിച്ചില്ലെങ്കിൽ സ്വർഗീയമാകുന്ന അനുഗ്രഹം ഒരിക്കലും ഇതിനകത്ത് നിന്ന് ആർക്കും പ്രാപിക്കാൻ കഴിയുന്നു. പണ്ട് രോഗിയായ ഒരു വല്യപ്പച്ചൻ ഡോക്ടറെ കാണാൻ പോയി. തന്റെ രോഗവിവരമെല്ലാം ഡോക്ടറോട് തുറന്നു പറഞ്ഞു. ഡോക്ടർ മരുന്ന് കൊടുത്തു. ഡോക്ടർ എടുക്കുന്ന മരുന്നെല്ലാം മേടിച്ച് ഇദ്ദേഹം പുറത്തോട്ട് പോകാൻ നേരം ഡോക്ടറോട് ഒരു ചോദ്യം ചോദിച്ചു. ശ്രദ്ധിച്ചേ, ഡോക്ടറെ, ഈ മരുന്നിന് വല്ല പത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായല്ലേ? ഡോക്ടർ പറഞ്ഞത് ചായയും കാപ്പി പൊടിച്ച് എന്ത് കഴിയും കഴിച്ചോളൂ. ഇദ്ദേഹം വലിയ ആഹാര സാധനം എടുത്തു വെച്ച് അതിനകത്തെല്ലാം ചായയും കാപ്പി പൊടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് എന്റെ ആയുഷ്കാലത്ത് രോഗം മാറിയില്ല. മരുന്നിന് വീര്യമില്ല. നിങ്ങൾ കേട്ടത് ഗ്രഹിച്ചത് തെറ്റിപ്പോയി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കർത്തദാസനും ഞങ്ങളുടെ സമീപവാസിയുമായ ദേവദാസനാണ് കഴിഞ്ഞ 2 രാത്രിയിലും ഇവിടെ വചനം പ്രഘോഷിക്കാൻ ഇടയായിട്ടുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്നു. ആര് പ്രസംഗിച്ചാലും പ്രിയമുള്ളവരെ, ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ വേണ്ടത് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ സുവിശേഷം ഫോക്കസ് ചെയ്യുന്നത് അകത്തുള്ളവരെയല്ല, പുറത്തുള്ളവരെയാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്കല്ല വീടുകളിലും വഴിയോരങ്ങളിലും വരാന്തകളിലും കടത്തിലും മരഞ്ചാരിയും വൃക്ഷത്തിനകത്തും വൃക്ഷത്തിന്റെ തടലിലും അല്ലെങ്കിൽ വാഹനത്തിനകത്തും ഒക്കെ ഇരിക്കുന്നവർക്കായിരിക്കും ഇന്ന് രാത്രി വീടുകൾ. സുവിശേഷം അകത്തും പുറത്തുമുള്ളവർക്ക് ഒരുപോലെ പ്രയോജനപ്പെടണം. ഞാൻ 2 വചനം പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് കൈയടിക്കും, ബഹളം വെക്കും, പുറത്തു നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. ഞങ്ങൾ ഈ പരസ്യത്തിന് കൂടുതൽ പ്രസംഗിച്ചവരായതുകൊണ്ട് സ്തോത്രം അങ്ങനെ ഒരു സ്റ്റൈലാണ് പ്രസംഗം പോകുന്നത്. സ്തോത്രം. അവിടെ സ്തോത്രം പറയാൻ ആരുമില്ലെങ്കിൽ പ്രസംഗിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാനിവിടെ പ്രസംഗിക്കും. ശ്രദ്ധിക്കണമേ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് മനുഷ്യൻ മൃഗമാകുമോ? ശ്രദ്ധിച്ചേ, മനുഷ്യൻ മൃഗമാകുമോ? ഇല്ല. മൃഗം മനുഷ്യനാകത്തില്ല, പക്ഷെ മനുഷ്യൻ മൃഗമാകും. ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും മുന്തിയുടെ ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും മേത്തരമായ വസ്ത്രം ധരിപ്പിച്ചാലും ഒരിക്കലും
ഒരു മൃഗം മനുഷ്യനാകത്തില്ല. ഞാൻ ശ്രദ്ധിക്കൂ, കോട്ടും സൂട്ടും അണിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമുള്ള നേത്രമായി ഫുഡ് കഴിക്കുന്ന, കോടിക്കണക്കിന് വിലവെടുപ്പുള്ള സൗകര്യങ്ങൾ പാകുന്ന, ലക്ഷക്കണക്കിന് വിലവെടുപ്പുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ വികാരത്തിന്റെ തിരത്തളവിൽ അവൻ മാത്രം നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിലെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കാതെ ഭാവിയുടെ പ്രാചുര്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി ട്രെയിൻ യാത്ര ചെയ്തു ചില മാസങ്ങൾക്ക് പിറകിലായി ഷൊർണൂരിലേക്ക്. ആ യാത്രയുടെ മധ്യത്തിൽ അവിടെ ജീവിതം പുഷ്പം പോലെ പിച്ചിച്ചീന്തപ്പെട്ടു. മൃഗയുടെ ലോകത്തേക്ക് ആ ജീവിതത്തെ വലിച്ചെറിഞ്ഞതായ ഒറ്റ കയ്യനായ ഗോവിന്ദസ്വാമി എന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു മൃഗമല്ലേ? സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി അനേകർക്ക് കാഴ്ചവെച്ച ലതാനായ ആ സ്ത്രീ ഒരു മൃഗമല്ലേ? ജന്മം കൊടുത്തിയ അപ്പനും നൊന്ത് പ്രസവിച്ച അമ്മയും അവരുടെ പെൺമക്കളെ പറവൂരിനടുത്ത് കാവാലികന്മാരുടെ കരങ്ങളിലേക്ക്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കരങ്ങളിലേക്ക് പിച്ചു ചീന്താൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. ആ മാതാപിതാക്കൾ മൃഗതുല്യരല്ലേ? നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ വാഷിംഗ് മെഷീൻ ഇറന്നിട്ട് തുണി പോലെ അലക്കിയ ചേർത്തലക്കാരി അമ്മ, ആ സ്ത്രീ ഒരു മൃഗമല്ലേ? സ്തോത്രം. ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിയ അമ്മ ഇടത് കൈ കൊണ്ട് ഒരു കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ചു, മറു കൈ കൊണ്ട് കറിക്കത്തിയെടുത്ത് അടുത്ത കുഞ്ഞിന്റെ കഴുത്തറത്തുമെന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ആ സ്ത്രീ ഒരു മൃഗമല്ലേ? സ്തോത്രം. 3.5 വയസ്സുള്ള അക്സി എന്ന് പറയുന്നതായ ആ പിഞ്ചോമനിയെ കാമുകന്മാരുടെ കരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത 26 വയസ്സുള്ള ആ സ്ത്രീ ഒരു മൃഗമല്ലേ? 3.5 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിന് അപ്പനും അമ്മയും ചേർന്ന് തിളച്ച പാരൊഴിച്ച് കൊല്ലുവാൻ നോക്കി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു. ആ മാതാപിതാക്കൾ മൃഗതുല്യരല്ലേ? എന്തിനേറെ പറയുന്നു, യൗവനക്കാരുടെ ഇടയിൽ നിന്ന് മൃഗീയ വാസന കൗമാരക്കാരിലേക്ക് പറന്നു പിടിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് മാതാപിതാക്കളെന്നും അധ്യാപകരെന്നും ഒക്കെ പറഞ്ഞാൽ എത്ര ബഹുമാന പുരസ്സരമാണ് നാം അവരെ വീക്ഷിച്ചിരുന്നത്. എന്നെ കേൾക്കുന്ന മാന്യസ്വഭാവേ, ഹരിയെന്നക്ഷരം അല്ലെ ആയെന്നക്ഷരം വിരൽത്തുമ്പ് പിടിച്ച് മണ്ണിൽ ലഭിച്ച ഗുരുനാഥന്റെ കൈപ്പത്തി വെട്ടിക്കളയുന്നു. വിദ്യ അഭ്യസിപ്പിക്കുന്നതായ അധ്യാപകരെ കോളേജിന്റെ ക്യാമ്പസിൽ കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയിടുന്നു. സ്തോത്രം. 15 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ അവൻ പഠിക്കുന്ന അതേ കലാലയത്തിൽ പഠിക്കുന്ന മറ്റൊരു 15 വയസ്സുകാരനെ ആ കലാലയത്തിന്റെ ബാക്കി വശത്ത് കൊണ്ട് കുത്തിമലർത്തി. കോടതിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് 15 വയസ്സുകാരൻ വിളിച്ചു പറഞ്ഞ് കേൾക്കണമോ, മദ്യപാനിയും ദുർനടപ്പുകാരനുമായ എന്റെ അപ്പനും സിനിമാ ലോകവുമാണ് എന്നെ യാഥമമായ അനുഭവത്തിൽ കൊണ്ടെത്തിച്ചത്. സ്തോത്രം. ഡൽഹിയിൽ നടന്ന സംഭവം നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവം. ശ്രദ്ധിക്കൂ, സ്വന്തം അമ്മയുടെ നഗ്നത ഒളിച്ചിരുന്ന് മൊബൈലിനകത്ത് പകർത്തി സീഡിയിലാക്കി അനേകർക്ക് കാഴ്ചവെച്ച കൗമാരക്കാരൻ. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ മൃഗലോകങ്ങൾ പോലെ മൂക്കത്ത് കൈവച്ച് അയ്യേ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ സംസ്കാരം ഇവിടെ അധപ്പതിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി തീർന്നിരിക്കുന്ന കേരള സംസ്കാരത്തിന്റെ സംസ്കൃതിക്ക് കളങ്കം വരുത്തിക്കൊണ്ട് മനുഷ്യൻ ഇവിടെ മൃഗമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഉന്നതമായ ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, എഴുതിച്ചേർത്ത ഭരണഘടന ഇന്ത്യക്കുണ്ട്. എന്നാൽ ഭരണത്തിന്റെ നിയമ സംവിധാനത്തിൽ ഉൾപ്പെടുവാൻ കഴിയാതെ നിയമപുരുഷനകത്ത് നിയമപാലകർ പോലും പ്രതികളായി അടിയെന്ന ധാരണമായ കാഴ്ച നോക്കൂ. ഇവിടെ മതഗ്രന്ഥങ്ങൾക്ക് കുറവല്ല, പുണ്യവാന്മാർക്ക് കുറവില്ല, ദേവീദേവന്മാർക്ക് കുറവില്ല, മനുഷ്യദേവങ്ങൾക്ക് കുറവില്ല. എന്നാൽ മികതുല്യമായി തീർന്നിരിക്കുന്ന മാനവ സമൂഹത്തെ മാറ്റത്തിലേക്ക് നയിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയുന്നില്ല. സ്വന്തം ഭാര്യയ്ക്ക് തന്നെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് അവസാനമായ ഒരു ചുംബനം പോലും കൊടുക്കുവാൻ കഴിയാതെ കാവാലികന്മാരുടെ കലാവസ്ഥകൾ മുഖത്ത് മാത്രമായി 59 മുറിവുകളെ കുറിച്ച് അതിദാരുണമായ രീതിയിൽ തകർക്കപ്പെട്ട ടി.പി. ചന്ദ്രശേഖരന്റെ അന്ത്യം. വിടരും മുമ്പ് കഴിഞ്ഞ പുഷ്പം പോലെ ജീവിതത്തിന്റെ മധ്യത്തിൽ തകർക്കപ്പെട്ട വിശാൽ എന്ന കുഞ്ഞിനെ പതനകഥ നോക്കൂ. എത്രയെത്ര ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. ദൈവങ്ങൾക്ക് കുറവുണ്ടോ? ദേവീദേവങ്ങൾക്ക് കുറവുണ്ടോ? പുണ്യവാന്മാർക്ക് കുറവുണ്ടോ? മതഗ്രന്ഥങ്ങൾക്ക് കുറവുണ്ടോ? മനുഷ്യ ദൈവങ്ങൾക്ക് കുറവുണ്ടോ? ഉലകത്തിലെ ഓരോ ശക്തിക്കും മൃഗീയ വാസനയുള്ള മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ശ്രദ്ധിച്ചാട്ട് സഹോദരൻ, എനിക്കൊരു ജീവമുണ്ട്. ഞങ്ങളുടെ ഇവിടെ യൗവനക്കാരായ സഹോദരന്മാരുണ്ട്. ഒരു കാലത്ത് ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ മേടിച്ച് തലകെട്ടാനും കാലുകെട്ടാനും കൈവെട്ടാനും ഒക്കെ കൊട്ടേഷൻ സംഘങ്ങളെ വിലസി നടന്ന് ഞങ്ങളുടെ ഇടപെട്ട യൗവനക്കാർ ഇടതുകയും മധ്യക്കുപ്പിയും വളരെയും വഴിപാടുമായിട്ട് ദേശാന്തരികളെ സഞ്ചരിച്ചുകൊണ്ട് ദേശം മുഴുവൻ കീഴിൽ വിറപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചു നടത്തിയിരുന്ന ആ സഹോദരന്മാർ തെരുവോരങ്ങളും ഇതുപോലെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെ
മനുഷ്യ ഹൃദയത്തിന് രൂപാന്തരം കൊടുക്കുവാൻ, മനുഷ്യ ഹൃദയത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ ഉലകത്തിന് ഒരു വ്യക്തിക്ക് ശക്തിക്ക് കഴിയാതിരിക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞു വന്ന് അറിയിച്ചാലോ എന്റെ യേശു പഠിപ്പിച്ച സത്യങ്ങൾ. ഒരു കൂട്ടം ഇവിടെ വാളെടുക്കാൻ പഠിപ്പിക്കുമ്പോൾ വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും വാളുറയിലിടാനും പഠിപ്പിച്ച മാർഗമായത് പോലും ചെയ്യാത്ത അധമമായ അനുഭവം. ശ്രദ്ധിക്കുന്നു, ഒരു ചിന്ത അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ വീട്ടിൽ മൃഗങ്ങളെ വളർത്താറുണ്ട്, പശുവിനെ വളർത്താറുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, പക്ഷികളെ വളർത്താറുണ്ട്, കോഴിയുണ്ട്, പൂവൻകോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്. ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. കാളപ്പോര് നമ്മൾ കണ്ടിട്ടുണ്ട്, കാളകൾ തമ്മിൽ പോരാടാറുണ്ട്. ഒരിക്കലും ഒരു കാള ഒരു പശുവിനെ കുത്തിക്കൊല്ലത്തില്ല. മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന അധമമായ അനുഭവത്തിലാണ് മാനവകുലം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഇനി ഞാൻ വിളിച്ച് പറയാം. ഒത്തിരി അപ്പനമ്മമാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ചിന്ത ഞാൻ പറയാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ TV ഉണ്ട്, അതിനകത്ത് ഒത്തിരി ചാനലുകളുണ്ട്. നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്. കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ട ചാനലുകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ജന്മം കൊടുത്ത മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? വേഗത്തിൽ പറയാം. മനുഷ്യനിൽ ഭൂതമൂലമായി കിടക്കുന്ന പാപം. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പാപം ഒരു അവയവമല്ല. ആയിരുന്നെങ്കിൽ നമുക്കതിനെ മുറിച്ചു മാറ്റാമായിരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും, ആ കരം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താലും, ആ കരം കൊണ്ട് സ്വന്തം പുണ്യക്ഷേത്ര തീർത്ഥാടകർ സന്ദർശിച്ച് നേർച്ചകാഴ്ചകൾ, വഴിപാടുകൾ, എന്തിനേറെ പറയുന്ന പിടിപ്പണം വാരിയാലും ഒരിക്കലും മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന പാപം മായ്ക്കപ്പെടുന്നില്ല. ആയോറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. ആയോറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. അവിടെ നിന്ന് മാനവകുലത്തിന് രക്ഷയില്ല. രക്ഷ വേണമെങ്കിൽ ഒറ്റ നാമമേ ഉള്ളൂ. ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന യേശുവിന്റെ നാമത്തിലുണ്ട്. പാപങ്ങളെ പരിഹരിക്കുന്ന ആ പുണ്യാഹരേഖത്തിലൂടെ അല്ലാതെ മാനവ സമൂഹത്തിന് രക്ഷയില്ല. പിന്നെ ചിലർ പറയാറുണ്ട്, സിസ്റ്റർ മദ്യപിച്ചാലും ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് നല്ലൊരു ഗുണമാണ്. മദ്യപിച്ചാലും നിങ്ങൾ ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ഇന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. സ്തോത്രം. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഞങ്ങൾ കണ്ണൂരോട്ട് വന്നപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ കണ്ണൂർ മലബാർ ഏരിയ കണ്ണൂരോട്ടൊക്കെ പോകുമ്പോൾ എന്നാ പ്രാർത്ഥനക്കാരാണെന്നറിയോ? ഇവിടെ എന്നാ ആരാധനയാണെന്നറിയോ? ഇവിടെ ഞങ്ങൾക്ക് ചെന്നിട്ട് വേണം പറയാൻ. സ്തോത്രം. നോക്കൂ, മദ്യപിക്കുന്നവർ ഹിന്ദുക്കളുടെ ഇടയിലുമുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലുമുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുമുണ്ട്. എല്ലാവർക്കും മതഗ്രന്ഥങ്ങളുമുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നു മദ്യപാനി. അതാ ഞാൻ പറഞ്ഞു, മദ്യപിക്കുന്ന ചിലർ പറയാറുണ്ട് മദ്യപിച്ചാലും ഞങ്ങള് നല്ലൊരു ഗുണമാണ്. ഒരിക്കൽ മദ്യപാനിയ ഒരു മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് ആ റോഡിൽ വീതി കൂട്ടി ഇങ്ങനെ വരിക ഒരു കുരിശടിയുടെ അടുക്കിലേക്ക് വന്നു. അവിടാണല്ലോ എല്ലാത്തിനും അഭയം. അവിടെ വലിയൊരു രൂപം ഇങ്ങനെ നിൽപ്പുണ്ട്, കര ഉയർത്തി ഇങ്ങനെ. സ്തോത്രം. യേശുവിന്റെ അല്ല, യേശുവിന്റെ എന്ന് നാട്ടുകാർ പറയുന്ന ഒരു രൂപം. ഈ മദ്യപാനിയായ മനുഷ്യൻ കരങ്ങൾ കുപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വേദനകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. നാളെ ഈ നേരമാകുമ്പോൾ ഞാൻ ഇവിടെ വരും, എനിക്ക് കാര്യം സാധിപ്പിച്ചു തന്നേക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റേതായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഭവനത്തിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം ഷാപ്പിൽ ചെന്ന് കണ്ണു തുറന്നു. വയറ് നിറച്ച് കള്ളടിച്ചതിന് ശേഷം ആ കുരിശടിയുടെ അടുക്കിലേക്ക് വരികയാണ്. എല്ലാ ദിവസവും കുരിശടിയുടെ ഫ്രണ്ടിൽ കൂടി വരാറുള്ള ആ മനുഷ്യൻ അന്ന് കുരിശടിയുടെ ബാക്ക് വശത്തൂടെ വന്നു. അവിടെയോ ഇരിപ്പുള്ളൊരു രൂപം, ഫ്രണ്ടിൽ ഇരിക്കുന്നതിന്റെ അത്രയും പൊക്കമില്ലെന്നേ ഉള്ളൂ, ചെറുതാ. അതിനെ നമ്മൾ വേറെ പേരിട്ടിട്ടുണ്ട്. സ്തോത്രം. പുള്ളി കണ്ണു തിരുമ്പി ഒന്ന് നോക്കി, ഇന്നലെ കണ്ട ആളല്ല. പുള്ളി ചോദിച്ചെന്നാ പറഞ്ഞ, മോനെ പപ്പ എന്ത് ചെയ്യുന്നു? സ്തോത്രം. പിന്നെ ചിലത് കർത്താവിന് നന്ദി കൊടുക്കുന്ന മലയാള മനോരമയ്ക്കകത്തൂടെ. സ്തോത്രം. ഉദ്ദിഷ്ട കാര്യത്തിന് കർത്താവിന് ഉപകാര സ്മരണ താമസത്തിന്. പിന്നെ കർത്താവ് രാവിലെ വെള്ളസിംഹാസനത്തിൽ കയറിയിരുന്നു. ഗബ്രിയേലേ, മീഖായേലേ, മനോരമ എന്ത് ചെയ്യും? ആരൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്? നാണമില്ല നിങ്ങൾക്ക്? ഞങ്ങളെ കൊണ്ട് തന്നെ ഒക്കെ പറയിപ്പിക്കണം. നിങ്ങൾ അമ്പലത്തിൽ കിടക്കുന്ന പൂജാരിയുടെ മോളെ കൊണ്ട് തന്നെ സ്വോത്രം പറയാൻ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഉറക്കം സ്തുതിച്ചാലും പെയ്യെ സ്തുതിച്ചാലും കുഴപ്പമാണ്. സ്തോത്രം. പെയ്യെ സ്തുതിച്ചാലും ഉറക്കം സ്തുതിച്ചാലും കുഴപ്പമാണ്. യേശുവിന്റെ അമ്മ മറിയം ഉൾപ്പെടെ 120 പേർ മക്കോസിന്റെ മാളികമുറിയിൽ നിന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമടക്കിന്റെ 10-ാം ദിവസം അത്യുന്നതിന്റെ ശക്തി ഇറങ്ങിമേൽ വന്നപ്പോൾ ഇവർ ആർപ്പിട്ട് അങ്ങോട്ട് കൈയടിച്ച് സ്തുതിക്കാൻ തുടങ്ങി.
ഉടനെ ഓടി പള്ളിയിൽ നിന്ന് കുറെ പേർ ഓടി ഇന്നിട്ടൊന്ന് ആദ്യം പറഞ്ഞു കേൾക്കണം, നിങ്ങളെല്ലാവരും വീഞ്ഞു കുടിച്ച, അല്ലെങ്കിൽ ഇത്രയും ബഹളമൊന്നും. സ്തോത്രം. ഇന്നലെ വൈക്കം IPC സെൻട്രൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചിട്ട് തിരിച്ചറിഞ്ഞത് ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, എന്റെ ദൈവമേ ഇത്രയും യാത്രയും ചെയ്തു പകൽ മൊത്തം പരസ്യവും നടത്തി രാത്രി കൺവെൻഷൻ, ഈ ശബ്ദത്തിനൊരു കുഴപ്പമില്ല. കർത്താവ് സൗഖ്യമാക്കിയ സമ്പൂർണ്ണ വിടുതല. ഇവരിങ്ങനെ ആർക്കും അങ്ങോട്ട് ബഹളം വെച്ചപ്പോ ഓടി വന്നിട്ട് പറഞ്ഞ ശരിക്കും നിങ്ങൾ വീഞ്ഞു കുടിച്ചാന്ന്. അപ്പൊ ബഹളം വെച്ചാൽ അവര് പറയും, നീ പറഞ്ഞേ നേരത്തെ പോണേ മതി. എന്നാൽ ഇതൊന്നും വേണ്ട, ചുണ്ട് മാത്രം അങ്ങനെക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ ചെന്നൊരു പാവ സഹോദരി ഉള്ളത്തിലെ വേദന കൊണ്ട് ചുണ്ട് മാത്രം അനക്കി പ്രാർത്ഥിച്ചു. അപ്പോഴും അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു, നീയും പെയ്യ സ്തുതിച്ചാലും കുഴപ്പമോ, എന്തായാലും ദൈവജനത്തിന് പ്രശ്നമാണ്. കാരണം ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. എനിക്കറിയാം നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഈ അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ മാത്രമേ ഗ്ലോറി. വണ്ടിയുടെ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ വൈപ്പർ വെച്ചേക്കണമല്ല, മഴവെള്ളം വീഴുമ്പോ മാത്രമേ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഷുഗർ രോഗിക്ക് എപ്പോഴും ഇഷ്ടം ജിലേബിയാ, വേണ്ടത് ഭാവിക്കാനില്ല. നമുക്കിതാരും തരാനില്ലാതെ പോയത് നമ്മുടെ വെളുപ്പം. സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. പാസ്റ്റർ എനിക്കിന്ന് 11 മണി വരെയാ സമയം തന്നിരിക്കുന്നത്. കിട്ടിപ്പോയില്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നിട്ട് കുറച്ചു നാളായതുകൊണ്ട് എല്ലാം പഠിച്ചു. വലിയ ഉപവാസമാണ് ഉച്ചയ്ക്ക് 12:30 വരെ, 12:45 വരെ. സ്തോത്രം. പിന്നെ കുറച്ചുകൂടെ കൂടിപ്പോയി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ എന്നൊക്കെ. സ്തോത്രം. അല്ലെങ്കിൽ പാസ്റ്റർ നമ്മളെ നോക്കി പ്രസംഗിക്കുമ്പോൾ നമ്മൾ ക്ലോക്കെ നോക്കും. അപ്പൊ പാസ്റ്റർക്ക് അറിയാം എനിക്കിരിക്കാനും ഇവർക്ക് എഴുന്നേക്കാനും സമയമായിരുന്നു. ഈ ആടിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ഇടയന്മാരുണ്ട്, ഇവരിതൊന്നും നോക്കത്തില്ല, പിന്നെ അങ്ങ് പോകും. നമ്മൾ കാണിക്കുന്ന ഒറ്റ കയ്യ 1 കിലോ 1.25 കിലോ 1.5 കിലോ തല വന്ന് നിലത്തിടിച്ചാലും പെന്തിക്കോസുകാർ ഉറങ്ങുവന്ന് സമ്മതിക്കത്തില്ല, താഴ്ത്തി ഏൽപ്പിക്കുകയെന്നേ പറയത്തുള്ളൂ. നിങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മാവേലിക്കര ചെല്ലണ്ടായോ? സ്തോത്രം. ലഭ്യമായ സമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, വല്ലാത്തൊരു അനുഭവത്തിലൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാ സ്തോത്രം പിതാക്കന്മാരുടെ മദ്യപാനങ്ങൾ നിമിത്തം തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ, അതെ, വല്ലാത്ത ഒരു കൈപ്പേറിയ അനുഭവത്തിലൂടെ സമൂഹം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഒരു ചിന്ത ഞാൻ പറയാം. സ്നേഹിതരെ, ഒരു പക്ഷേ ഒരു രസത്തിനു വേണ്ടി നിങ്ങൾ കുടിച്ചു തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണയാൽ നിങ്ങൾ അങ്ങനെ തുടങ്ങിയതായിരിക്കാം. എന്നാൽ ഈ ശ്രവണസീമയ്ക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദേശവാസികളെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാനുള്ള ഒരു സഹോദരന്മാരെ ഒരു ഭൂതം, നിങ്ങൾ കൊടുക്കുന്ന 50 രൂപയും 80 രൂപയും ഒക്കെ മേടിച്ച് ഇവിടെ മദ്യലോബികളും മദ്യരാജാക്കന്മാരും കോടികളുടെ സൗദങ്ങളാ പടുത്തുയർത്തുന്നത്. അവരുടെ വീടിന്റെ മുറ്റത്ത് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങൾ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരുടെ നാരീജനങ്ങൾ ആടയാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ദേശത്ത് കേമരായി വിലസുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ കൊടുക്കുന്ന 50 രൂപയും 80 രൂപയും ഒക്കെ മേടിച്ച് മദ്യലോബികളും മദ്യരാജാക്കന്മാരും കോടികളുടെ സൗദങ്ങൾ പടുത്തുയർത്തുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ വിടുമ്പോൾ, അത് ഉന്നതമായ വിദ്യാഭ്യാസം വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ, സ്തോത്രം, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങൾ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുമ്പോൾ, ശ്രോതാവേ, താങ്കളുടെ വീടിന്റെ മുറ്റത്ത് ഇട്ടിരിക്കാൻ ഒരു കസേര പോലുമില്ല. സ്തോത്രം. താങ്കളുടെ കുഞ്ഞുങ്ങൾ പാതി വഴി പഠിപ്പ് മുടക്കിയിട്ട് ജീവിതത്തിന് രണ്ടം കാണുവാൻ കഴിയാതെ എന്തിനിങ്ങനെ ഒരു മദ്യപാനിയായ അപ്പന്റെ മകനായി മകളായി ജനിച്ചു എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ശാപഗ്രസ്തമായ അനുഭവത്തിലൂടെ ജീവിതത്തെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്നേഹിത, താങ്കളെ സ്നേഹിച്ച്, താങ്കളെ വിശ്വസിച്ച്, താങ്കളുടെ കരം പിടിച്ചു വന്ന താങ്കളുടെ ഭാര്യ തകർക്കപ്പെട്ട അനുഭവത്തിൽ, അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ എന്തിനിങ്ങനെ ഒരു ജീവിതം തന്ന ഈശ്വരന്മാരെ അല്ലെങ്കിൽ ദൈവങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭവനത്തിനകത്തളന്ന് കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഇങ്ങനെ അനുഭവത്തിന് അറിവ് വരുത്തുവാൻ എന്റെ യേശുവിന് കഴിയും. സ്തോത്രം. ഈ മദ്യപാന്മാർക്ക് പറ്റുന്ന അബദ്ധം പോലെ ഭൂമിയിൽ ആർക്കും അബദ്ധം പറ്റാറില്ല. സ്തോത്രം. നീ എന്താണ് എന്നെ കണ്ടിട്ട് എഴുന്നേക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് എത്ര മയിൽക്കുറ്റിയല്ല 4 മടക്കി അടിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരു ജോലി ചെയ്യുന്നിടത്ത് അസ്ഥി പൊട്ടിച്ചുകൊണ്ട് വരുന്നതെന്നറിയാം. സ്തോത്രം. ഒരിക്കൽ മദ്യപാനിയായ ഒരു മനുഷ്യൻ ഭവനത്തിലേക്ക് ഷാപ്പിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുറെ പരിപ്പോടെയൊക്കെ മേടിച്ച് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയി ആടി 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 ഇങ്ങനെ റോഡിൽ കൂടി പോകുന്നതായ സമയത്ത് ഒരു ഓടയ്ക്കകത്തേക്ക് അദ്ദേഹം മറിഞ്ഞു വീണു. കയ്യിലിരുന്ന പരിപ്പുപട ചെറിയ ഓടയ്ക്കകത്തേക്ക് വീണു. അദ്ദേഹം ആ ഓടയ്ക്കകത്തേക്ക് വീണു. ചില നിമിഷങ്ങൾ അവിടെ കിടന്നു. നിമിഷങ്ങൾ കഴിയുമ്പോൾ കെട്ടൊക്കെ ഒന്ന് പൊട്ടിയതിനു ശേഷം അദ്ദേഹം അവിടെ എഴുന്നേറ്റു.
വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി പോകട്ടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച പരിപ്പുവട. പുള്ളി ആ ഇരുട്ടത്ത് അതെല്ലാം കൂടെ തപ്പി പെറുക്കി പേപ്പറും എടുത്ത പേപ്പറിനകത്താക്കി ക്ഷീണം മാറാൻ ആ ഓടയിലോട്ട് ചാരി എന്നിട്ട് അതിലൊരു പരിപ്പുവട എടുത്ത് കടിച്ചിട്ട് പുള്ളി പറയുകയാണ്, പരിപ്പുവട കഴിക്കുകയാണെങ്കിൽ മേടിച്ച് നിലത്തിട്ടതിന് ശേഷം കഴിക്കണം, പപ്സ് പോലെ. കാരണം തവളയെടുത്ത് കഴിച്ചു. സ്തോത്രം സ്തോത്രം. ഒരിക്കൽ മദ്യപാനിയായ ഒരു കൂടെ സഹോദരന്മാര് സ്തോത്രം കൂടി നിൽക്കുന്നവരടുത്ത് ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം പറയാൻ പോയി. ആ ഏരിയയിലൊക്കെ സുവിശേഷം പറഞ്ഞു പോയി. സ്തോത്രം. അപ്പൊ കുറെ യൗവനക്കാർ സഹോദരന്മാർ മാറി ഒരിടത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ ഓടിച്ചെന്ന് ഇവർക്കെല്ലാം ഈ ട്രാക്ട് കൊടുത്തു. ട്രാക്ട് കൊടുത്തിട്ട് അതിൽ നേതാവെന്ന് തോന്നുന്ന ഒരു സ്നേഹിതന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു, ജോലിക്കൊന്നും പോയില്ലേ? ജോലിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ജോലിയൊക്കെ ഉണ്ട്, ഫാന്റെ മോട്ടറിന്റെ ഒക്കെ പണിയാന്ന് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് ട്രാക്ട് കൊടുത്തതിന് ശേഷം അല്പം മുന്നോട്ട് പോയി ഒരപ്പച്ചൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പച്ചന്റെ കയ്യിലോട്ട് ട്രാക്ട് കൊടുത്തപ്പോ അപ്പച്ചൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം അപ്പച്ചൻ വായിക്കാന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഈ വയസ്സാം കാലത്ത് എനിക്ക് എന്തിനാ ഈ പുസ്തകം, അതോട് ചുമ്മാ നിൽക്കുന്നു, തൊഴിലൊന്നും ഇല്ലാത്ത അവന്മാർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അവർ യൗവനക്കാരല്ലേ, ഒരു ജോലിയൊക്കെ ഉള്ളവരല്ലേ, അവർ പിന്നെ വായിച്ചോളൂ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പച്ചൻ ഇത് വായിക്കും. എന്നാ ജോലി? ഞാൻ പറഞ്ഞു, അവർക്ക് മോട്ടറിന്റെ ഫാന്റെ ഒക്കെ പണിയാന്നൊക്കെ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ കേട്ടാ മാത്രം പോരാ, ഗ്രഹിക്കാനൂടെ പഠിക്കുന്നു. മോട്ടറിന്റെ പണി എന്താ? കണ്ണൂരൊക്കെ മോട്ടർ ഇല്ലേ? ആണ്ടാ വീഡിയോ പിടിച്ചോണ്ട് പറയുന്നുണ്ട്. നിങ്ങളവിടെ മോട്ടറിന്റെ പണി വെള്ളം അടിക്കുക, ഫാനിന്റെ പണിയോ? അപ്പൊ ഈ അച്ഛന്മാർക്കെല്ലാം എന്നാ പരിപാടി? ഒരിക്കലും ഒരു അച്ഛൻ എന്റെ അടുത്ത് വന്നിട്ട്, സിസ്റ്റർ എന്റെ പേര് ആന്റണി. ഞാൻ പറഞ്ഞു, സന്തോഷം, ഞാൻ മദ്യപിക്കും. ഞാൻ പറഞ്ഞു, വേദപുസ്തകം പറഞ്ഞല്ലോ മദ്യപാനി സ്വർഗരാജ്. എന്നാ പിന്നെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു എന്തിനാ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്? ഈ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് കുടിയന്മാർക്കുള്ള ലൈസൻസ് അല്ല. കാലം പോലും തന്റെ കൈക്കുമ്പിളിനകത്ത് ഒതുക്കാമെന്ന് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയതാണ്. ഇവർക്ക് മനസ്സിലായി. സ്തോത്രം സ്തോത്രം. ഗ്രഹിക്കുന്നവരോടൊരു വാക്ക് നോക്കൂ. ഒരു മുന്തിരിത്തല കൊണ്ടുവന്ന് തടമെടുത്തത് നട്ട് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അത് പൊട്ടിക്കിളിച്ച് അതിന് വള്ളി വീശി അതിന്റെ നട്ട ഉടമസ്ഥൻ അതിന് പന്തലിട്ട് കൊടുത്ത് നാളുകൾ കഴിയുമ്പോൾ ഇതിങ്ങനെ പന്തലിനകത്ത് പന്തലിച്ച് അത് നാളുകൾ കഴിയുമ്പോൾ അത് ചെറിയ പൂക്കളാകും, അത് ചെറിയ കായ്കളാകും. മാസങ്ങൾ കഴിയുമ്പോൾ അത് വിളഞ്ഞ് പഴുത്ത് പാകമാകും. ഈ യജമാനല്ലേ നട്ടവൻ എന്ത് ചെയ്യുന്നറിയാം? ഇതിനെ പറിച്ചുകൊണ്ടുവന്ന് അതിനെ പിഴിഞ്ഞ് ചാറാക്കി അതിനെ അരിച്ചെടുത്ത് അതിനകത്ത് ചേർക്കേണ്ട മിശ്രിതങ്ങളെല്ലാം ചേർത്ത് ഭരണിക്കകത്താക്കി ഭൂമിക്കടി കുഴിച്ചിടും. ചില മാസങ്ങൾ കഴിഞ്ഞ് അതിനെ എടുക്കും. അതിനാണ് വീഞ്ഞെന്ന് പറയുന്നത്. നോക്കൂ, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാലങ്ങൾ അത്ര എടുക്കുമായിരുന്നു. ഇത് മനസ്സിലാകുന്ന ഒരു യുവതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലം പോലും തന്റെ കൈക്കുമ്പിളിനകത്ത് ഒതുക്കാമെന്ന് യേശു തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയതാണ്. പ്രിയമുള്ളവരെ സ്തോത്രം. പിന്നെന്താ സംഭവിക്കുന്നതെന്നറിയുമോ? ഇങ്ങനെയെല്ലാം കാലങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒടുവിൽ നശിച്ച ശരീരവും തകർന്ന മനസ്സും ഉടഞ്ഞ കുടുംബജീവിതമൊക്കെയായിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരും. അവസാനമായിട്ട് ആ ചിന്ത പറഞ്ഞിട്ട് വചനത്തിലേക്ക് ഞാൻ കയറുന്നു. ശ്രദ്ധിക്കൂ. ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ചീട്ടുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ മാറി കസേരയിലിരിക്കും. കുറെ കഴിയുമ്പോൾ കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് ഇതുപോലൊരു യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും ഒക്കെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. എതിരായുള്ള കസേരയിലോട്ടിരിക്കും. ആ സ്റ്റെത്ത് എടുത്ത് ചെസ്റ്റിനോട്ടൊന്ന് വെക്കും. എന്നിട്ട് പറയും, യാതൊരു രക്ഷയില്ല, അരിപ്പ പോലായിരുന്നു. സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന മനുഷ്യതാക്കളെ, അതിനകത്തൊന്നും ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. താങ്കൾ കൊടുത്ത 50 രൂപയും താങ്കൾ കൊടുത്ത 80 രൂപയും ഒക്കെ മേടിച്ച് മധ്യരാജാക്കന്മാർ വിദേശത്ത് വിട്ട് MBBS പഠിപ്പിച്ച മക്കളാണ്, അവരുടെ മക്കളാണ് താങ്കളെ വന്ന് ചികിത്സിക്കുന്നത്. അവർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, താങ്കളുടെ യൗവനത്തിലെ ആരോഗ്യം മുഴുവൻ ചെലവഴിച്ച് താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കേണ്ട നന്മകൾ ഷാപ്പിൽ കൊണ്ട് കളഞ്ഞിട്ടുന്നതിന് തൽഫലമായി അവരുടെ മക്കളെ അവർ MBBSകാരാക്കി വിദേശ രാജ്യങ്ങൾ വിട്ട് പഠിപ്പിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ ആക്കി അവരൊടുവിൽ അതേ ചങ്ക് മുഴുവനും കരള് മുഴുവനും അരിപ്പ കണക്കിയാക്കിയ താങ്കളെ താങ്കളുടെ പണം കൊണ്ട് അത് പഠിപ്പൊന്നുകിൽ കല്ലറയിലായിരിക്കാം. ജീവിതം നല്ലതല്ലെങ്കിലും കല്ലറ നല്ലതായിരിക്കണമെന്ന് ഉത്തമ അതെ ഉറപ്പും ആഗ്രഹവും ഒക്കെ ഉള്ളവരാണല്ലോ നമ്മളൊക്കെ. സ്വത്രം. അതിനുശേഷം സമയമാനത്തിൽ ഒരു പാട്ടും പാടി ശേഷം കല്ലറയ്ക്കകത്ത് ചില ക്രിയകളും നടത്തിയാൽ ഒരിക്കലും അതെ ജീവിതം നശിപ്പിച്ചവന്റെ ആത്മാവ് നിത്യതയിൽ പോകത്തില്ല. സ്തോത്രം. പുഴുങ്ങിയ നെല്ല് വിതച്ചാൽ കിളിക്കത്തില്ല.
വാഴക്കൊലയിൽ നിന്ന് വാഴ വെട്ടി കൊല വെട്ടി അകത്തു വിട്ടതിന് ശേഷം പിണ്ടിക്ക് വളമിട്ടാൽ ഒരിക്കലും അത് ശരിയാകത്തില്ല. പിന്നെ പറ്റും. അകത്തിരിക്കുന്ന കൊലയ്ക്കും പുറത്ത് നിൽക്കുന്ന വാഴയ്ക്കും വേണ്ടി ഞങ്ങൾ ഇതാ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രിയകളൊക്കെ ചെയ്യാം. എന്നാൽ സ്തോത്രം, ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്ന് മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കും. അവിടെ പറയുന്നു, അയച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലണം. ഒരിക്കൽ നീ ചെയ്യും തെറ്റുകളെല്ലാം ഒരുത്തന്റെ മുമ്പിൽ നിരത്തി വെക്കണം. തിരുത്തുവാൻ ആരും നിനക്കവിടില്ല. തിരിഞ്ഞു ചിന്തിച്ച ഫലമൊന്നുമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യത്തെ നിയമിച്ചിരിക്കുന്നു. സ്വതം അവരവർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എന്താ നാം ചെയ്യേണ്ടത്? യേശു എന്ന സത്യത്തിലേക്ക് വരിക, ക്രിസ്തു എന്ന സത്യത്തിലേക്ക് വരിക. വേഗത്തിൽ 1-2 വേദഭാഗം വായിച്ചൊന്ന് സഹായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യം വേഗം വായിച്ചൊന്ന് സഹായിക്കും. വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി